ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈശോയോടൊപ്പം ആയിരിക്കാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സഹനങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, സഹനങ്ങളിലൂടെയാണ് നമ്മൾ കൂടുതൽ ഈശോയെ അടുത്തറിയുക. പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും വരുമ്പോഴാണ് നമ്മൾ യേശുവിനെ വിളിക്കുക. ആ ഈശോനെ വിളിക്കുമ്പോൾ ഈ സഹനങ്ങളെല്ലാം കൃപകളാക്കി മാറ്റും. എൻ്റെ ജീവിതത്തിലും ഈ കഴിഞ്ഞ നാളുകൾ ഒത്തിരി വേദനകളും വിഷമങ്ങളൊക്കെ കടന്നു പോയപ്പോഴും ഞാൻ യേശുവിനെ വിളിച്ച സമയത്ത് ഈശോ എൻ്റെ കൂടെ വരികയും വലിയൊരു കരുണ കാണിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ വിഷമങ്ങളിൽ നമ്മൾ ആദ്യം ഓടിച്ചെന്ന് വിളിക്കേണ്ടത് ഈശോയാണ്. ഈശോയെ മാത്രമായിരിക്കണം. അപ്പം നമ്മുടെ കൃപകൾ, നമ്മുടെ സഹനങ്ങൾ അത് വലിയ കൃപകളാക്കി മാറ്റും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും പങ്കുചേരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ദൈവവചന വായന എല്ലാ ദിവസവും ആരംഭിക്കാം. അതിലൂടെയെല്ലാം നമ്മൾ വലിയൊരു വിശുദ്ധരായി മാറും. അതിലൂടെയൊക്കെ നമുക്ക് വലിയ കൃപകൾ കിട്ടും. സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം ഈശോ ഏറ്റെടുക്കും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-6 തിരുവചനങ്ങളാണ്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. സഹനത്തിന്റെ നിമിഷങ്ങളിലും വേദനകളിലും എന്നും താങ്ങായി തണലായി ഈശോ കൂടെയുണ്ട്. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ആമേൻ.